കാണാനുള്ള ലുക്ക് പോലെ തന്നെ ഇവൻ ആൾ പുലിയാണ്. രസ്മലായി ട്രസ്ലച്ചസ്. അപ്പോൾ അത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ പാല്, ഫ്രഷ് ക്രീം, അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഏലക്ക പൊടിച്ചും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക, സൈഡിലോട്ട് മാറ്റി വെക്കുക. ശേഷം കുറച്ച് ക്രീം ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അത് ബീറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് നുള്ളി ഏലക്ക പൊടിച്ചും കൂടി ചേർത്തെടുക്കുക. പിന്നെ നമുക്ക് ബ്രെഡ്, റസ്ക് അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് സ്പഞ്ച്, ഇതിലേതെങ്കിലും ഒന്ന് വേണം നമ്മൾ ബേസായിട്ട് വെക്കാനായിട്ട്. ഞാനിപ്പോൾ ബ്രെഡ് സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചും കൂടി ച്യൂയാണ്. നിങ്ങൾ ഇത് എടുക്കണ്ട കേട്ടോ. ഇതിനും വേറൊരു ടേസ്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് മെൽറ്റ് ഇൻ മൗത്ത് വേണമെങ്കിൽ ഈ ബ്രെഡ് സ്റ്റിക്ക് അല്ലാത്ത ഞാൻ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് എടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ടോപ്പ് ചെയ്യുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡെക്കറേഷനായിട്ട് പിസ്താഷ്യോ പൊടിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.